ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KFC അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമ്മൾ ബുക്ക്ലെറ്റ് എയുടെ ബേസിസിൽ നമ്മൾ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു, അതിൻ്റെ കറക്റ്റ് ആൻസർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സെഷനിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കറക്റ്റ് ആൻസർ എന്താണ് എന്ന് ടിക്ക് ചെയ്യുന്നതായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ്റെ ബേസിസിലും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ റിക്വയർ റീവാലുവേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അതായത് ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാൽ റീവാലുവേഷൻ നടത്തണം, പാർട്ണർഷിപ്പിൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതാണ് സ്റ്റേറ്റ്മെന്റ്. അസംഷൻ ഇൻസോൾവൻസി അഫക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ അതിനെ ബാധിക്കും. രണ്ടാമത്തെ അസംഷൻ, ഇൻസോൾവെന്റ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. എപ്പോഴും ഒരു ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ വിച്ച് ഓഫ് ദീസ് അസംഷൻ ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്? ഇതിൽ ഏത് അസംഷൻ ആണ് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളത്? ക്ലിയർ ആണോ? അതായത് ഏത് അസംഷൻ ആണ് ശരിക്കും ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അസംഷൻ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അസംഷൻ? ആൻസർ എ എന്നുള്ളതാണ്. only assumption 1 is implicit. Insolvency affect financial position എന്നുള്ളത് ആ ഒരൊറ്റ അസംഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള അസംഷൻ, ഇംപ്ലിസിറ്റ് അസംഷൻ ആയിട്ട് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മാച്ച് ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വിത്ത് ദെയർ എക്സ്പ്ലനേഷനുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതിനകത്ത് ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഡി ആണ്. ആൻസർ വരുന്നത് ഡി. അതായത് 1B ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ബി ആണ്, ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ഫോർസിയബിൾ ഫ്യൂച്ചർ. 2C ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഓൺലി ട്രാൻസാക്ഷൻ മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ്. മൂന്നാമത്തത് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്, അത് എ ആണ്, ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റി. നാലാമത്തത് അക്രൂവൽ കോൺസെപ്റ്റ് ആണ്, അത് ഡി ആണ്, റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ റെക്കോർഡഡ് വെൻ ദേ ആർ ഇൻക്വേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് പെയ്ഡ് ഓർ റിസീവ്ഡ്. ഓക്കെ അല്ലേ? സോ ആൻസർ ഡി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഇസ് ചാർജ്ഡ് ഓൺ ഫിക്സഡ് അസറ്റ് എവറി ഇയർ. അതാ സ്റ്റേറ്റ്മെന്റ്. അസംഷൻ ഫിക്സഡ് അസറ്റ് ലൂസ് വാല്യൂ വിത്ത് ടൈം. ഫിക്സഡ് അസറ്റിന് സമയം മാറുന്നതനുസരിച്ച് പോകുന്നതനുസരിച്ച് വാല്യൂ കുറയും. ഡിപ്രീസിയേഷൻ എൻഷുർ ഫെയർ റിപ്പോർട്ടിംഗ് ഓഫ് അസറ്റ് വാല്യൂ. ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ രണ്ട് അസംഷനും ശരിയാണ്. കാരണം അസറ്റിന് സമയം പോകുന്നതനുസരിച്ച് വാല്യൂ കുറയും, ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ട്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് നടത്താനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? എങ്ങനെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആകുന്നത്? ഡിപ്രീസിയേഷൻ ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു അസറ്റ് മെഷീൻ 1 lakh, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇപ്പോഴും ഇത് 1 lakh എന്നും പറഞ്ഞ് കാണിക്കും അസറ്റ് സൈഡിൽ. ഡിപ്രീസിയേഷൻ ഉള്ളതുകൊണ്ട് കറക്റ്റ് വാല്യൂ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ ആൻസർ സി ആണ്. ബോത്ത് അസംഷൻസ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ആൻസർ. നാലാമത്തത് സ്റ്റേറ്റ്മെന്റ് അക്രൂവൽ ബേസിസ് ഇസ് ബെറ്റർ ദാൻ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിനേക്കാളും ബെറ്റർ ആണ് അക്രൂവൽ ബേസിസ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അസംഷൻ നോക്കാം. അക്രൂവൽ ബേസിസ് റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ് വെൻ ദേ ഒക്വർ. അതുപോലെ ലാർജ് ബിസിനസ് ഡു നോട്ട് ഹാവ് ക്യാഷ് ട്രാൻസാക്ഷൻ. അത് തെറ്റാണ്. ലാർജ് ബിസിനസ്സിന് ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാകും, ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പം only 1 മാച്ചസ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒന്നാമത്തെ അസംഷൻ കറക്റ്റാ, രണ്ടാമത്തെ അസംഷൻ തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ അല്ലേ? സോ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അഞ്ചാമത്തത്, ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഡേറ്റാബേസ് വെയർ ഓൾ അക്കൗണ്ടിങ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ്. എവിടെയാണ് എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ? സി ആണ് ആൻസർ വരുന്നത്. ഡേറ്റ ഫയൽ എന്നുള്ളതാണ് ആൻസർ, ഡേറ്റ ഫയൽ. ആറാമത്തത്, വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കമ്പനീസ് ആക്ട് സ്പെസിഫൈ ഫോർമാറ്റ്. ഏത് ഷെഡ്യൂളിലാണ് ഫോർമാറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ? ഷെഡ്യൂൾ 3 ആണ്. ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഏഴാമത്തത്, കമ്മീഷൻ പെയ്ഡ് ടു കൺസൈനി ഫോർ സെയിൽസ് എബവ് എ സർട്ടൺ പ്രൈസ് ഇസ് കോൾഡ്. ഒരു സർട്ടൺ പ്രൈസിന് മുകളിൽ കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുന്നു, അതിനെ എന്താ വിളിക്കുന്നത്? ആൻസർ എന്താ? ആൻസർ എന്താ പറയുന്നത്? ബി ആണ്, ഓവർ റൈഡിങ് കമ്മീഷൻ. എട്ടാമത്തത്, ഓൺ ഡിസൊല്യൂഷൻ ലോൺ ഫ്രം എ പാർട്ണർ ഇസ്. ഡിസൊല്യൂഷന്റെ സമയത്ത് ലോൺ, പാർട്ണറിൽ നിന്ന് കിട്ടിയ ലോൺ എന്താ ചെയ്യുന്നത്? പെയ്ഡ് ബിഫോർ ഔട്ട്സൈഡ് ലൈബിലിറ്റി ആണോ, പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡ് ലൈബിലിറ്റി ആണോ? ആൻസർ ഡി ആണ്. ഔട്ട്സൈഡ് ലൈബിലിറ്റി ആദ്യം പേ ചെയ്യും, അതിനുശേഷം ഇൻസൈഡ് ലൈബിലിറ്റി, അതായത് പാർട്ണറിന് ലോൺ പേ ചെയ്യും, എന്നിട്ട് ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് ബാലൻസ് പേ ചെയ്യും. ഏറ്റവും അവസാനം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കിട്ടുന്ന പൈസ എങ്ങനെ ചെലവാക്കണം. അപ്പൊ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്.
ഒമ്പതാമത്തത് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്? ബി ആൻസർ AS3 ആണ്. AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പത്താമത്തത് the principle that revenue is recognized when it is earned regardless of when cash is received is called. ഏതാണ് അതിനെ വിളിക്കുന്നത്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. പത്താമത്തതിന്റെ ആൻസർ ബി ആണ്. ബി ഈസ് ആൻസർ, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. പതിനൊന്നാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഏതാണ് ഇതിനകത്ത് കറക്റ്റ്? എ ആ കറക്റ്റ്. ഒൺലി 1 and 2. ഏതാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഇന്റേണൽ ഇക്വിറ്റി ഈസ് റേസ് ത്രൂ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. റീറ്റെയിൻഡ് ഏർണിംഗ്സിലൂടെയാണ് ഇന്റേണൽ ഇക്വിറ്റി റേസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് എക്സ്റ്റേണൽ ഇക്വിറ്റി റെഫേഴ്സ് ടു ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ. ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ എ ആണ് ആൻസർ. ക്ലിയർ ആണോ? എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇന്റേണൽ ഇക്വിറ്റി. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇന്റേണൽ ഇക്വിറ്റി എപ്പോഴും ചീപ്പ്. കാരണം റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് ഫണ്ട് സ്വരൂപിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മുടെ പ്രോഫിറ്റ് നിന്ന് വക മാറ്റുന്നതാണ്, നമുക്ക് ചിലവേ ഇല്ല. ഇന്റേണൽ ഇക്വിറ്റിയാണ് ഏറ്റവും ചീപ്പ് എക്സ്റ്റേണലിനെ കാട്ടിലും. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്ന എല്ലാ ഓപ്ഷനും തെറ്റാണ്. സോ എ ആണ് ആൻസർ. പന്ത്രണ്ടാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്നിട്ട് ആൻസർ ചെയ്യാനാ പറയുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് സി ആ കറക്റ്റ്. ഒൺലി 2 and 3 they are correct. 2 എന്താ? ബൂം പീരീഡിൽ കമ്പനി മേ റേസ് ഇക്വിറ്റി ഈസിലി ഡ്യൂ ടു ഹൈ ഷെയർ പ്രൈസ് ആൻഡ് ലോവർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ്, അത് കുറവായിരിക്കും. എന്താ പറയുന്നത്? ബൂം പീരീഡിൽ മാർക്കറ്റെല്ലാം നല്ല ബൂം ചെയ്ത് നിൽക്കുകയാണ്. ഷെയറിന് നല്ല വില കിട്ടും, ഷെയറിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. വില ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇക്വിറ്റി ഷെയർ വിറ്റ് പൈസ സ്വരൂപിക്കാൻ സാധിക്കും. ഡ്യൂറിംഗ് ഡിപ്രഷൻ ഓർ അൺസർട്ടനിറ്റി പീരീഡ് കമ്പനി മേ പ്രിഫർ ഡെറ്റ് ഓവർ ഇക്വിറ്റി. ഡിപ്രഷൻ സമയത്ത് ഷെയർ ഇഷ്യൂ ചെയ്താൽ മേടിക്കാൻ ആൾ കാരണമൊന്നുമില്ല. അതുകൊണ്ട് ഡെറ്റ് സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചറും ബോണ്ടും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പന്ത്രണ്ടാമത്തത് സി ആണ് ആൻസർ. ഒൺലി 2 and 3 ആർ കറക്റ്റ്. പതിമൂന്നാമത്തത് അക്കോർഡിംഗ് ടു ഗോർഡൻസ് മോഡൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബി ആണ് കറക്റ്റ് ആൻസർ. ഒൺലി 1 and 2. ഗോർഡൻ മോഡൽ അനുസരിച്ച് ഡിവിഡൻഡ് പെർ ഷെയർ എക്സ്പെക്ടഡ് ടു ഗ്രോ വെൻ ഏർണിംഗ്സ് ആർ റീറ്റെയിൻ. റീറ്റെയിൻ ഏർണിംഗ്സ് ഉള്ളപ്പം ഡിവിഡൻഡ് പെർ ഷെയർ കൂടും. അതാ ഗോർഡൻ മോഡൽ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ? റേറ്റ് ഓഫ് വാല്യൂ rate of the firm is affected by dividend policy when the internal rate of return differ from cost of capital. Clear ആണോ? So 1 and 3 are the answers. 14ാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 14ാമത്തെ ആൻസർ ഡി ആണ്. 1, 2 and 3 ഈ മൂന്നെണ്ണവും കറക്റ്റ് ആണ്. ക്ലിയർ ആണോ? ഇതുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലുമായി ബന്ധപ്പെട്ട്. 15ാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. 15ാമത്തെ ആൻസർ ബി ആണ് ആൻസർ. ഒൺലി 1 and 3 ആർ കറക്റ്റ്. 1ഉം 3ഉം മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്. നമ്മൾ ജസ്റ്റ് ആൻസർ പറഞ്ഞു മാത്രം പോവുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ പുറമേ വരുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ ആൻസർ ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. 16ാമത്തെ ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ ഷെയർ സ്പ്ലിറ്റ്. ഷെയർ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട്. ഷെയർ സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഷെയറിന്റെ നോമിനൽ വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷെയർ സ്പ്ലിറ്റ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാമത്തെ ആൻസർ ബി ആണ്. 1 and 3 ഇത് രണ്ടുമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാക്കിയുള്ളതൊക്കെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 17ാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 17ാമത്തെ ആൻസർ ഡി ആണ്. 1, 2 and 3 മൂന്നെണ്ണവും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട്. 18ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാലിഡ് മെത്തേഡ് ഓഫ് ഇംപ്രൂവിംഗ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി കൂട്ടാനുള്ള വാലിഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? എ ആണ് ആൻസർ. 1 and 2 ഇൻക്രീസ് സ്റ്റോക്ക് ടേൺ ഓവർ ടു റിയലൈസ് ടൈഡ് അപ്പ് ഫണ്ട്. അങ്ങനെ ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? സ്റ്റോക്ക് ടേൺ ഓവർ കൂട്ടുന്നു, അതായത് സ്റ്റോക്ക് കൂടുതലായി ഉപയോഗിക്കുന്നു, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടുന്നു. അതുപോലെ പോസ്റ്റ്പോണിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ നോട്ട് അർജന്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വലിയ മുതൽ മുടക്കുള്ള എക്സ്പെൻഡിച്ചറുകൾ, ബിൽഡിംഗ് പണിയുക, മെഷീൻ മേടിക്കുക മുതലായവ, അതൊക്കെ ആവശ്യമില്ലെങ്കിൽ അർജന്റ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നു. അപ്പം ലിക്വിഡിറ്റി കൂടും, കൈ കാശ് ഉണ്ടായിരിക്കും ഡെറ്റ് പേ ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണോ? അപ്പോൾ 1 ഉം 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
19ാമത്തത് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് 19ാമത്തതിന്റെ സി ആണ്, ബി അല്ല സി ആണ് ആൻസർ. ഓൺലി 2 and 3 ഇത് രണ്ടുമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി വരുന്നത്. 2 and 3. 20ാമത്തെ ചോദ്യം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അതുപോലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇതുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എ ആണ് ആൻസർ. 1 and 2 സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. 21ാമത്തെ ചോദ്യം ഡാഷ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെന്റർ ഫോർ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻ ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു, അത് ഏത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെന്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് സെന്റർ എന്നുള്ളതാണ് ആൻസർ. കോസ്റ്റ് സെന്റർ, കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന സെന്റർ ആണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി സെന്റർ ആണ്, കോസ്റ്റിങ്ങിനകത്ത് വരുന്നതാണ്. 22ാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഓവർ ഹെഡ്സ്. എന്നിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. 22ാമത്തതിനകത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ ആണ്. ഓവർ ഹെഡ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡയറക്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡയറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എ ഈസ് റോങ്. 22ാമത്തെ. 23ാമത്തത് കാൽക്കുലേറ്റ് EOQ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ EOQ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുക. അതിന്റെ ഫോർമുലയുണ്ട്. റൂട്ട് ഓഫ് 2 ഇൻറ്റു ഓർഡറിങ് ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ്. സോ അതാണ് അതിന്റെ EOQന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. കൺസംഷൻ പെർ മന്ത് അത് തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓർഡറിങ് കോസ്റ്റ് തന്നിട്ടുണ്ട് 150. ഇതിനെ പ്രോപ്പറായിട്ട് ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ EOQ കിട്ടും. EOQ വരുന്നത് ബി ആണ്. EOQ 3000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3000. 24ാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 24ാമത്തതിന്റെ ആൻസർ ഡി ആണ്. ഡി ആണ് അവിടെ റോങ് സ്റ്റേറ്റ്മെന്റ്. അറ്റൻഡൻസ് രജിസ്റ്റർ ഈസ് എ മെത്തേഡ് ഓഫ് ടൈം കീപ്പിംഗ് വൈൽ ടൈം റെക്കോർഡ് ക്ലോക്ക് ഈസ് എ മെത്തേഡ് ഓഫ് ടൈം ബുക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചാണ് വരുന്നത്. അതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. 25ാമത്തതും റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. സപ്ലിമെന്ററി റേറ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ. 25ാമത്തതിന്റെ ആൻസർ ബി ആണ് വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ദി ഓവർ ഹെഡ് ആർ ഡ്യൂ ടു അബ്നോർമൽ റീസൺ. തെറ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. സോ ബി ഈസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. 26ാമത്തത് PV റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. PV റേഷ്യോ വരുന്നത് സി ആണ്. 40% ആണ് PV റേഷ്യോ ആയിട്ട് വരുന്നത്. ആൻസർ സി. 27ാമത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. 27ാമത്തതിന്റെ ആൻസർ ഡി ആ വരുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എ ഫേം വിത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. എസ്റ്റിമേഷന്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആക്ച്വലിനെയും സ്റ്റാൻഡേർഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. എന്നിട്ട് വേരിയൻസ് കണ്ടുപിടിക്കുന്നു. 28ാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഐഡന്റിഫൈ ഇൻ വിച്ച് സിറ്റുവേഷൻ ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് ഇസ് നോട്ട് കൺസിഡേർഡ്. ഇത് താഴെ പറയുന്നതിൽ ഏതിലാണ് ടൈം വേജ് സിസ്റ്റം ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? സി ആൻസർ. ജോബ് റിക്വയർ സ്കിൽ ദാറ്റ് ആർ റിപ്പീറ്റഡ്ലി അപ്ലൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൂൾസ്. ആ കേസിൽ ടൈം റേറ്റ് സിസ്റ്റം അല്ല നമ്മൾ നോക്കുന്നത്, ടൈം അല്ല നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? 29ാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ഐഡന്റിഫൈ ദ റോങ് വൺ. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. 29ാമത്തിന്റെ ആൻസർ ഡി ആണ്. കോസ്റ്റ് കൺട്രോൾ ഈസ് മെയിൻലി അപ്ലൈഡ് ഓൺ ലേബർ കോസ്റ്റ് വേറാസ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് അപ്ലൈഡ് മെയിൻലി ഓൺ മെറ്റീരിയൽ കോസ്റ്റ്. അങ്ങനെയൊന്നുമില്ല. കോസ്റ്റ് കൺട്രോളും അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാതെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുക, അൺവാണ്ടഡ് എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടും ഏകദേശം സെയിം കോൺസെപ്റ്റ് ആയിട്ടാണ് വരുന്നത്. അല്ലാതെ ഒരെണ്ണം ലേബറിന് ഒരെണ്ണം മെറ്റീരിയലിന് ഓവർഹെഡിന് അങ്ങനെ ഒന്നും ഇല്ല. സോ അതാണ് അവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ്. 30ാമത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് മാർജിനൽ കോസ്റ്റിംഗ്. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. ബി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ് ഓർ പ്രോസസ് കോസ്റ്റിംഗ്. അല്ല, ജോബ് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗും വ്യത്യസ്തമാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എടുക്കുന്നതാണ്. കോസ്റ്റ് അസർട്ടൈൻമെന്റിന് വേണ്ടിയിട്ടല്ല, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എടുക്കുന്നതാണ്. ബൈ ഓർ സെല്ല് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കുന്നത്. സോ ബി ആണ് അവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി വരുന്നത്. 31ാമത്തത് ഹൂ ഇൻട്രൊഡ്യൂസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വേജ് സിസ്റ്റം. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ്. FW ടൈലർ ആണ്
അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ക്ലിയർ ആണോ? FW ടൈലർ, ഫെഡറിക് വിൻസ്ലോ ടൈലർ. 32ാമത്തേത് എ ഷോർട്ട് ടേം പ്ലാൻ അറ്റ് എ ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഈസ് ലെസ് അൺസേർട്ടൺ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ടാക്ടിക്കൽ പ്ലാൻ എന്നാണ് വിളിക്കുന്നത്. ടാക്ടിക്കൽ പ്ലാൻ. 33ാമത്തേത് which principle of management is considered with the right place for everything and for every man? അതിനെ എന്താ വിളിക്കുന്നത്? ഏത് പ്രിൻസിപ്പിൾ ആണത്? റൈറ്റ് പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറി മാൻ. 33ാമത്തെ ആൻസർ ബി ആണ്, ഓർഡർ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആണോ? ഫെയോളിൻ്റെത്, ഫെയോൾ, ഹെൻറി ഫെയോളിൻ്റെ. വാട്ട് ആർ ദ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ് ആസ് പെർ 5 ഫാക്ടർ മോഡൽ തിയറി? 5 ഫാക്ടർ മോഡൽ തിയറി പ്രകാരമുള്ള 5 പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഏതാണ്? 34ാമത്തെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ന്യൂറോസിസം, എക്സ്ട്രാവേർഷൻ, ഓപ്പൺനെസ്, എഗ്രിയബിൾനെസ്. 35ാമത്തെ ഹൂ ഇസ് ദ ഡെവലപ്പർ ഓഫ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഡെവലപ്പർ ആരാണ്? ബി ആണ് ആൻസർ, W. എഡ്വേർഡ് ഡെമിങ്. 36ാമത്തത് വാട്ട് ഈസ് ദി പെറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ? പെറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാദർലി ബെനവലൻസ്. ക്ലിയർ ആണോ? അതാണ് ആൻസർ, സി ആണ് ആൻസർ, ഫാദർലി ബെനവലൻസ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി? 37ാമത്തത് ഹെൻറി ഫെയോൾ ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. ക്ലിയർ ആണോ? യെസ്. 38ാമത്തത് ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റി ഫ്രം എ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ടു വൺ ജോബ് ടു പ്രൊവൈഡ് ദ വർക്കർ വിത്ത് മോർ ഓട്ടോണമി ആൻഡ് റെസ്പോൺസിബിലിറ്റി represents an increase in job depth. അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? 38ാമത്തതിന്റെ ആൻസർ ബി ആണ്, ജോബ് എൻറിച്ച്മെന്റ് ആണ് ആൻസർ. ഇൻഫോർമൽ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ, ഗോസിപ്പ് ഓർ റൂമർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇസ് കോൾഡ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. 39ാമത്തെ ആണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ പോലെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് നിൽക്കുന്നു, ഒരു പെർഫെക്റ്റ് ഓർഡർ ഒന്നുമില്ല, ഗോസിപ്പുകളൊക്കെ പടരുന്നതും ആ രീതിയിൽ തന്നെയാണ്. 40ാമത്തത് the leader who holding positive expectation for followers and they believing that they can do their best. As a result, they inspire, empower, stimulate followers to exceed their normal performance level. Identify the above leadership style. ഏതാണ് ഇങ്ങനത്തെ ലീഡർഷിപ്പ് സ്റ്റൈൽ? ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് ആണവ. ട്രാൻസ്ഫോർമേഷണൽ ലീഡർ. ക്ലിയർ ആണോ? താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആ ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഡി ആണ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, ഒന്നുപോലും ഫോൾസ് അല്ല. 42ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ലോ ഓഫ് ഡിമാൻഡ്? ഏതാണ് ഫോൾസ്? സ്റ്റേറ്റ്മെന്റ് 1 എലോൺ ഇസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ആണ് ഫോൾസ് ആയിട്ടുള്ള, ബാക്കിയുള്ളതെല്ലാം ട്രൂ ആണ്. ഓക്കെ അല്ലേ? 43 ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ പറഞ്ഞതിന് ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബി ആണ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ട്രൂ ആണ്, 3 ഫോൾസ് ആണ്. 44ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ റോങ് വിത്ത് റിഗാർഡ് ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 2 എലോൺ ഇസ് റോങ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് സി ആണ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 3 എലോൺ ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 46ാമത്തത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 and 3 എലോൺ ആർ ഫോൾസ്. ബാക്കിയുള്ളത് ട്രൂ ആണ്. 47ാമത്തെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 47ാമത്തിൽ ട്രൂ ഏതാണ്? എ ആണ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 and 2 എലോൺ ആർ ട്രൂ. ബാക്കിയുള്ളതൊക്കെ ഫോൾസ് ആണ്. 48ാമത് ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്? ആൻസർ വരുന്നത് ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എലോൺ ഇസ് ഫോൾസ്. ബാക്കിയുള്ളതെല്ലാം ട്രൂ ആണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക വിത്ത് റിഗാർഡ് ടു പ്രിൻസിപ്പൽ പോളിസീസ്. ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്? എ ആണ്. അതായത് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എലോൺ ഈസ് ട്രൂ. 50ാമത്തത് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് റിലേറ്റിംഗ് ടു ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട റോങ് ആയിട്ടുള്ളത് ഏതാണ്? ഏതാണ് റോങ് ആയിട്ടുള്ളത്? സി ആണ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് 3 എലോൺ ഇസ് റോങ്. 51ാമത്തത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഇൻ എ പബ്ലിക് കമ്പനി.
7 പേരെങ്കിലും മിനിമം വേണം, 3 ഡയറക്ടേഴ്സ് എങ്കിലും മിനിമം വേണം. ക്ലിയർ ആണോ? ആൻസർ ബി ആണ്. ക്ലിയർ അല്ലേ? ആൻസർ ബി. 52ാമത്തത് എ പേഴ്സൺ കനോട്ട് ബി അപ്പോയിന്റഡ് ആസ് ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ഫോർ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡി ആണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ക്ലിയർ ആണോ? ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന് പകരമായി ഒരു ഓൾട്ടർനേറ്റീവ് ഡയറക്ടറിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് 53ാമത്തതാണ്. 53ാമത്തത് വരുന്നത് XYZ Limited is a listed company. The total number of directors in the company is 12. Out of this 12 directors, how much directors should be independent director? എത്ര ഡയറക്ടേഴ്സ് ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആകേണ്ടതെന്നാണ് ചോദിക്കുന്നത്. 4 എന്നുള്ളതാണ് ആൻസർ. 4. 54ാമത്തത് a meeting of the board may be called at short notice to transact urgent business subject to the condition that dash if any shall be present at the meeting. ആരാണ് പ്രസന്റ് ആയിരിക്കേണ്ടത്? 54ാമത്തെ ആൻസർ വരുന്നത് എ ആണ്, അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ക്ലിയർ അല്ലേ? 55ാമത്തത് വരുന്നത് ഓഡിറ്റ് കമ്പനി മേ മേക്ക് ഒംനിബസ് അപ്രൂവൽ ഫോർ. താഴെ പറയുന്ന ഏത് ഓപ്ഷനിലാണ് ഓഡിറ്റ് കമ്മിറ്റി ഒരു ഒംനിബസ് അപ്രൂവൽ നടത്തുന്നത്? ആൻസർ വരുന്നത് ബി ആണ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പ്രപ്പോസ് ടു ബി എൻറ്റേർഡ് ഇൻ ടു ബൈ ദ കമ്പനി. ക്ലിയർ അല്ലേ? 56ാമത്തത് വേർ ദ വൈൻഡിംഗ് അപ്പ് ഓർഡർ ഹാസ് ബീൻ മെയ്ഡ് ഓൾ ദ പ്രോപ്പർട്ടി ആൻഡ് എഫക്ട് ഓഫ് ദ കമ്പനി ഷാൽ ബി ഡീം ടു ബി ഇൻ ദ കസ്റ്റഡി ഓഫ് ഡാഷ്. ആരുടെ കസ്റ്റഡിയിലാണ് എന്നാണ് നമ്മൾ ഡീം ചെയ്യേണ്ടത് എന്നാ ചോദിച്ചിരിക്കുന്നത്? 56ാമത്തെ ആരുടെ കസ്റ്റഡിയിലാണെന്നാ? ട്രിബ്യൂണലിന്റെ കസ്റ്റഡിയിലാണെന്നാണ് ഡീം ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഗ്രൗണ്ട്സ് ഈസ് ഇൻകറക്റ്റ് ഫോർ റിമൂവൽ ഓഫ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓർ കമ്പനി ലിക്വിഡേറ്റർ ആസ് ലിക്വിഡേറ്റർ ഓഫ് കമ്പനി. അപ്പൊ ലിക്വിഡേറ്ററെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ക്ലിയർ ആണോ? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ ആയിട്ട് വരുന്ന ഡി ആണ്, ഇൻഡിപെൻഡന്റ് വർക്കിംഗ് ഹാവ് നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം വാലിഡ് ഗ്രൗണ്ട് ആണ് ഫോർ റിമൂവൽ ഓഫ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓർ കമ്പനി ലിക്വിഡേറ്റർ. ക്ലിയർ ആണോ? ഡി ആണ് ഒരു വാലിഡ് ഗ്രൗണ്ട് അല്ലാത്തത്. 58ാമത്തത് എവറി ഡയറക്ടർ ഷാൽ അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഇൻ വിച്ച് ഹി പാർട്ടിസിപ്പേറ്റ് ആസ് എ ഡയറക്ടർ ഡിസ്ക്ലോസ്. എന്താണ് അവർ ആ ഒരു മീറ്റിംഗിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? 58ാമത്തെ ആൻസർ ആയി വരുന്ന എ ആണ്, ഹിസ് കൺസേൺ ഓർ ഇൻട്രസ്റ്റ് ഇൻ എനി കമ്പനി. അയാൾക്ക് മറ്റേതെങ്കിലും കമ്പനിയിൽ കൺസേണോ ഇൻട്രസ്റ്റോ ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. 59ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സി ആണ് ആൻസർ. പബ്ലിക് കമ്പനി മേ കോൺട്രിബ്യൂട്ട് എനി എമൗണ്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. അങ്ങനെ എനി എമൗണ്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആണോ? സോ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണോ? പബ്ലിക് കമ്പനിക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 60ാമത്തത് ഇൻ കേസ് ഓഫ് എ കമ്പനി വേർ മിനിമം ഡാഷ് % മെമ്പർ ആർ റിലേറ്റീവ് ഓഫ് പ്രൊമോട്ടർ ഓർ ആർ റിലേറ്റഡ് പാർട്ടി ദേ ആർ നോട്ട് പ്രീക്ലൂഡഡ് ഫ്രം വോട്ടിംഗ് ഓൺ എ റെസൊല്യൂഷൻ. ക്ലിയർ ആണോ? എത്ര പെർസെൻറ്റേജ് ആൾക്കാർ പ്രൊമോട്ടറുമായിട്ട് റിലേഷൻ ഉണ്ടായെങ്കിൽ നമുക്ക് വോട്ടിങ്ങിൽ നിന്ന് റെസ്ട്രിക്ഷൻ നേരിടും. ക്ലിയർ ആണോ? 60ാമത്തതിന്റെ ആൻസർ എന്താണ് വരുന്നത്? സി ആണ് ആൻസർ, 90%. ഹൗ മെനി കമ്പനീസ് ആർ പാർട്ട് ഓഫ് സെൻസെക്സ്? സെൻസെക്സ് എന്ന് പറയുന്നത് BSEയുടെ ഇൻഡെക്സ് ആണ്. സെൻസെക്സ് സെൻസിറ്റീവ് ഇൻഡെക്സ്. അതിൽ എത്ര കമ്പനികളാണ് പാർട്ടായിട്ടുള്ളത്? 30 കമ്പനികൾ എന്നുള്ളതാണ് ആൻസർ. 61ാമത്തെ ബി ആണ്. ക്ലിയർ ആണോ? നിഫ്റ്റിയിലാണ് 50 കമ്പനി വരുന്നത്. നിഫ്റ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ഇസ് ഇൻഡെക്സ് നെയിംഡ് ആസ് സെൻസെക്സ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈസിയാണ്. ദ ടേം ബുൾ ആൻഡ് ബെയർ ആർ അസോസിയേറ്റഡ് വിത്ത് എന്തുമായി ബന്ധപ്പെട്ട? സ്പെക്കുലേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട. സ്പെക്കുലേറ്റേഴ്സിനെ ബുള്ള്, ബിയർ, ലെയിം ഡക്ക്, സ്റ്റാഗ് എന്നൊക്കെ വിളിക്കുന്നത്. ക്ലിയർ ആണോ? 63ാമത്തത് ഡി ആണ്. 64ാമത് ഡാഷ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് എ പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്ക്, ബോണ്ട് ഓർ അതർ സെക്യൂരിറ്റി. എന്താ അതിനെ വിളിക്കുന്നത്? മ്യൂച്വൽ ഫണ്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. ബി. മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇതെല്ലാം വരും. സ്റ്റോക്ക്, ബോണ്ട്, സെക്യൂരിറ്റീസ് ഒക്കെ വരാം. 65ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഒരു റെഗുലേറ്ററി അതോറിറ്റി അല്ലാത്തത് എന്ത്? സെബി ആണ്, RBI ആണ്, അതുപോലെ തന്നെ IRDA ആണ്, CIBIL സിബിൽ എന്ന് പറയുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ റെഗുലേറ്ററി അതോറിറ്റി അല്ല.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ? ഓർഗനൈസ്ഡ് സെക്ടർ അല്ലാത്തത് ഏതാണ്? ഡി ആണ്. ചിറ്റ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ഓർഗനൈസ്ഡ് അല്ല, ബാക്കിയുള്ളവയെല്ലാം ഓർഗനൈസ്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് മണി മാർക്കറ്റ്? മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട് സ്വരൂപിക്കാനുള്ള മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ രണ്ട് തരമുണ്ട്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം, മണി മാർക്കറ്റ് ഷോർട്ട് ടേം. ഇതിനകത്ത് മണി മാർക്കറ്റുമായി റിലേറ്റ് ചെയ്ത ഏതാണ്? ട്രഷറി ബില്ല് എന്നുള്ളതാണ് ആൻസർ വരുന്നത് എ. ബാക്കിയുള്ളതൊന്നും മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൾഡ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി? ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ക്ലിയർ ആണോ? എന്തിനെയാ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്? സി ആണ്, ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി. അവ കുറച്ചുകൂടെ സേഫാ, അതുകൊണ്ട് കുറച്ചുകൂടെ ഗ്ലാമറസാ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയും സെക്യൂരിറ്റികളെയൊക്കെ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. എ ഡാഷ് ഈസ് ഓതറൈസ്ഡ് ടു ബൈ, സെൽ ഓർ ഡീൽ ഇൻ സെക്യൂരിറ്റി? സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സി ആണ് ആൻസർ. സ്റ്റോക്ക് ബ്രോക്കർക്കാണ് സെല് ചെയ്യാനും ഡീൽ ചെയ്യാനും സെക്യൂരിറ്റി ബൈ ചെയ്യാനും ഒക്കെയുള്ള അവകാശമുള്ളത്. 70ാമത്തെ ഷെയർ ആൻഡ് സെക്യൂരിറ്റി വിച്ച് ക്യാൻ ബി ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി എന്താണ്? ഡിമാറ്റ് അക്കൗണ്ട്. 70ാമത്തത് ബി ആണ്, ഡിമാറ്റ് അക്കൗണ്ട്. ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ ഷെയറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ആണ്. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാതെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ, സ്റ്റോക്കുകൾ മേടിക്കാനോ വിൽക്കാനോ സാധിക്കത്തില്ല. 71ാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? ബോത്ത് 1 and 2 രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 72ാമത്തെ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻസ് 80C മുതൽ ഉള്ള ഡിഡക്ഷൻസ് 80G വരെയുള്ള ഡിഡക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 73ാമത്തത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 80C എന്ന് പറയുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ്. സെക്ഷൻ 80D എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ്. 80TTA എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ 80G എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ്. ഓക്കെ അല്ലേ? 74 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എ ആണ്. 1 and 2 only. അവ രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 75ാമത്തത് വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10D പ്രൊവൈഡ് എക്സംഷൻ. സെക്ഷൻ 10ൽ മുഴുവൻ ഇൻകം ടാക്സിലെ എക്സംഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10D ഏതാണ് എക്സംഷൻ ആയിട്ട് കൊടുക്കുന്നത്? മെച്യൂരിറ്റി പ്രൊസീഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസിന്ന് മെച്യൂരിറ്റി പ്രൊസീഡ്സ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 1010D പ്രകാരം ഫുള്ളി എക്സംപ്റ്റ് ആയിരിക്കും. എക്സംപ്റ്റഡ് ആണ്. 75ാമത്തത്. ഓക്കെ ആണോ? 76ാമത്തത് എ റിസീവ്ഡ് 1,80,000 ആസ് HRA, റെന്റ് പെയ്ഡ് 8,000 പെർ മന്ത്, ബേസിക് സാലറി 25,000. ഡൽഹിയിലാണ് ജീവിക്കുന്നത്. HRA എക്സംഷൻ എത്രയാണ്? അപ്പോൾ ഓരോ രീതി മെട്രോപൊളിറ്റൻ സിറ്റീസിനും ഒക്കെ ഓരോ റേറ്റും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ബേസിസിലാണ് കണ്ടുപിടിക്കേണ്ടത്. 76ാമത്തത് ഡി ആണ് ആൻസർ. 66,000 എന്നുള്ളതാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് 77ാമത്തെ ക്വസ്റ്റ്യൻ. ബി ആണ് കറക്റ്റ്. 2 and 3 അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 78 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ബോത്ത് എ ആൻഡ് ആർ ഫോൾസ്. അസേർഷനും റീസണും ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? കറണ്ട് ഇയർ തന്നിട്ടുണ്ട്. ത്രഷോൾഡ് ലിമിറ്റ് GST രജിസ്ട്രേഷൻ ഫോർ സർവീസ് പ്രൊവൈഡർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള എത്രയാണ് ത്രഷോൾഡ് ലിമിറ്റ്? 2025 ഓഗസ്റ്റ് മന്തിൽ എത്രയാണ് ത്രഷോൾഡ് ലിമിറ്റ്? GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എത്ര ത്രഷോൾഡ് കഴിയുന്നവരാ രജിസ്റ്റർ ചെയ്യേണ്ടത്? 79ാമത്തെ ബി ആണ്. 20 ലക്ഷം എന്നുള്ളതാണ് ആൻസർ കേരളത്തിൽ. വാട്ട് ഡഡ് GSTN സ്റ്റാൻഡ് ഫോർ? GSTN എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. 80ാമത്തെ സി ആണ് ആൻസർ വരുന്നത്. 71 മീര സെലക്ട് എ ഷോപ്പ് ബിക്കോസ് ഷീ നോ ദാറ്റ് ഇറ്റ് ഓഫേഴ്സ് എ വൈഡ് സെലക്ഷൻ ഓർ ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ സർവീസ്. ദെൻ ഷീ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. അവൾ എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്? ആഫ്റ്റർ സെയിൽ സർവീസ് കൊണ്ടാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. അതായത് റാഷണൽ പാട്രണേജ് മോട്ടീവ് ആണ് അവിടെ വരുന്നത്. ക്ലിയർ ആണോ? നാഷണൽ പാട്രണേജ് മോട്ടീവ്. അടുത്തത് ഒരു കേസ് സ്റ്റഡി ആണ് കൊടുത്തിരിക്കുന്നത്. 82ാമത്തത് അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ലഗാർഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേസ് സ്റ്റഡിയുടെ. 83ാമത്തതിനകത്തെ ആൻസർ ആയിട്ട് വരുന്നത് 83rd സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളത്. ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജി. 84ാമത്തത് ഒരു കേസ് സ്റ്റഡി പോലെ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൊഡക്റ്റ് മിക്സിനെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
84-ാമത്തതിൻ്റെ ആൻസർ സി ആണ് വരുന്നത്, സി. 85-ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഓപ്പറേഷണൽ CRM, ഓപ്പറേഷണൽ CRM. ക്ലിയർ അല്ലേ? 86-ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് വരുന്നത്, ബി പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളതാണ്, പേഴ്സണൽ സെല്ലിംഗ്. 87-ാമത്തത് ആൻസർ വരുന്നത് ഡി ആണ്, സെയിൽസ് പ്രൊമോഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, സെയിൽസ് പ്രൊമോഷൻ. ഓക്കെ അല്ലേ? 88-ാമത്തതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, പബ്ലിക് റിലേഷൻസ്, പബ്ലിക് റിലേഷൻസ്. 89-ാമത്തതിൻ്റെ ആൻസർ സി ആണ്, വൈഡ് ഓഡിയൻസ് റീച്ച് എന്നുള്ളതാണ്. ക്ലിയർ? അഡ്വാൻറ്റേജ് ഓഫ് ഫോം ഓഫ് അഡ്വർടൈസിംഗ് ആണ് വൈഡ് ഓഡിയൻസ് റീച്ച്. 90-ാമത്തത് അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്, പുൾ സ്ട്രാറ്റജി ആണ്, പുൾ സ്ട്രാറ്റജി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഡിറ്റ് പ്രൊസീജിയർ ഇസ് യൂസ് ടു കൺഫേം എക്സിസ്റ്റന്റ് ഓഫ് അസറ്റ്? അസറ്റിന്റെ എക്സിസ്റ്റൻസിനെ കൺഫേം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓഡിറ്റ് പ്രൊസീജിയർ ഏതാണ്? സി ആണ്, ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കലി പോയി എക്സാമിൻ ചെയ്താൽ അസറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. 92-ാമത്തതിൻ്റെ ആൻസർ ബി ആണ്, ഇന്റേണൽ ചെക്ക് എന്നുള്ളതാണ് ആൻസർ, ഇന്റേണൽ ചെക്ക്. 93-ാമത് വരുന്ന ഡി, ഓൾ ഓഫ് ദ എബോവ് എന്നാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ടു മെയിൻറ്റെയിൻ ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്കിലാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം എഴുതി വെക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻസ് ആണ്, ഓൾ ഓഫ് ദി എബോവ്. ഓഡിറ്റ് ഫയൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 94-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദ ഓഡിറ്റ് വർക്ക് പെർഫോം ബൈ ദ ഓഡിറ്റർ, അതാണ് ഓഡിറ്റ് ഫയൽ. 95, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? 95-ാമത്തതിന്റെ ആൻസർ എ ആണ്, എ. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. 96, ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി, ഒരു ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണം? സി ആണ് ആൻസർ, ബോത്ത് 2 and 4 ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രിപ്പയർഡ് ബിഫോർ ഓഡിറ്റ് പ്രോഗ്രാം, ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആൻഡ് മോഡിഫൈഡ് ആസ് പെർ റിക്വയർമെന്റ്, ക്ലിയർ അല്ലേ? 96 സി. 97 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സ്റ്റേറ്റ്മെന്റ് 2 is ട്രൂ ബട്ട് 1 is false. 98 വരുന്നത് സി ആണ്, ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നുള്ളതാണ്. കേസ് ഓഫ് ലോ ഓഫ് സ്റ്റോക്കിംസ്കി വേഴ്സസ് ബ്രൈറ്റ് ഗ്രഹാം ആൻഡ് കോ ഇസ് റിലേറ്റഡ് ടു ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആണ്. 99-ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റേണൽ കൺട്രോൾ? ബി ആണ് അവിടെ. 99-ാമത്തെ ഡി ആണ്, സോറി, ഡി ആണ് ആൻസർ വരുന്നത്, ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ അല്ലേ? 100-ാമത്തത് while vouching cash purchase transaction auditor have to verify, എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? ഓപ്ഷൻ 1, ഓപ്ഷൻ 2 ആൻഡ് ഓപ്ഷൻ 4. സി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. സോ ആൻസർ കീയുടെ ബേസിസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് എത്ര ആൻസർ അല്ലെങ്കിൽ ശരിയായിട്ട് കിട്ടി എന്നുള്ളത്. അപ്പം അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു ധാരണയിൽ എത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി. ഓക്കെ അല്ലേ? നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അല്ലേ? താങ്ക് യു.